നിങ്ങൾ ജീവിക്കേണ്ട എങ്ങനെയെന്ന് ചോദിച്ചാൽ യോശുവ 1:8 എന്താ? ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങി പോകരുത്. അപ്പൊ നോക്കണേ, ഈ ബൈബിൾ എവിടെ ഇരിക്കണം? വായിൽ. നമ്മുടെ വായിലിരിക്കണം. ഈ വചനം നമ്മുടെ വായിലിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കണം. അടുത്തത്, നീ ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ പ്രമാണിച്ചു നടക്കണം. വായു മാത്രം ഇരുന്നാൽ പോരാ, അത് പ്രമാണിക്കണം. അടുത്തത്, നീ രാവും പകലും അത് ധ്യാനിച്ചു. അടുത്തത്, നീ അത് രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ എത്രയായി? 1 വായിലിരിക്കണം, 2 അത് പ്രമാണിച്ചു കിടക്കണം, 3 അത് രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. അത് ഇംഗ്ലീഷിൽ വി വിൽ ബി പ്രോസ്പെറസ് ആൻഡ് സക്സസ്ഫുൾ എന്നാണ്. പ്രോസ്പെറസ്, നമ്മൾ ചെയ്യുന്ന കാര്യം അത് ശരിക്കും അത് സാധിക്കണമെങ്കിൽ, നമ്മൾ കൃതാർത്ഥരായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വേറൊന്നുമല്ല ചെയ്യേണ്ടത്, ഈ വചനം നമ്മുടെ വായിലുണ്ടായിരിക്കണം, അല്ലേ? അത് രാപ്പകൽ ധ്യാനിക്കണം. 3 അത് പ്രമാണിച്ച് നടക്കണം. ഇതിന് വേറെ ഷോർട്ട് കട്ട് ഇല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക ചർച്ചിൽ ചെന്നാൽ, ഏതെങ്കിലും അഭിഷിക്തൻ എൻ്റെ തലയിൽ കൈവച്ചാൽ, അല്ലെ ഏതെങ്കിലും ഒരു ഇമ്പാർട്ടേഷൻ കിട്ടിയാൽ ഇതൊക്കെ എല്ലാം ശരി. ഇല്ല, നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ഈ വചനം വായിച്ച് ധ്യാനിച്ച് ആ വചനപ്രകാരം നമ്മൾ നടക്കണം, ജീവിക്കണം. എങ്കിലേ അനുഗ്രഹമുള്ളൂ. അതിനൊരാമയം പറയാം.